everyone, welcome back to our YouTube channel. ഞാൻ മറീന പിറജി. This is Eureka Crash Course Academy. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു. ഇത് നമ്മുടെ RRB NDPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞു. കാരണം ഷുവറായിട്ടും ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്ന എക്സാംസ് റിപ്പീറ്റായിട്ട് ചോദിക്കും. നമുക്കറിയാം NDPCയുടെയും അതുപോലെ തന്നെ SSCയുടെ എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? TCS ആണ്. അപ്പോൾ ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഞാൻ ഇതിനകത്ത് ഓരോ പോയിന്റ്സ് പറയും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്സും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ വീഡിയോസ് അത്രമാത്രം ഇമ്പോർട്ടൻസോടെ കാണണം. കാരണം ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ, നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, കൂടെ തന്നെ പഠിച്ചു പോകണം. ഉഴപ്പില്ല. കാരണം അടുത്ത വർഷം 2022 നമുക്കറിയാം എക്സാംസിൻ്റെ ഒരു ചാകരയാണ് വരാൻ പോകുന്നത്. സോ നിങ്ങൾ ആ ഒരു പാത്തിൽ തന്നെ പോകണം. നിങ്ങൾക്കറിയാം, നമ്മൾ കേട്ടിട്ട് എന്താണ്, നിങ്ങൾ ശ്രമിക്കുന്നത് നിർത്തുന്നത് വരെ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, കീപ് മൂവിങ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The Meenakshi temple is located. നമുക്കറിയാം മീനാക്ഷി ടെമ്പിൾസും അതുപോലെ തന്നെ ഓരോ ഫെസ്റ്റിവൽസും ഡാൻസും ഒക്കെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. അതിൻ്റെ ക്ലാസ്സസ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദ മീനാക്ഷി ടെമ്പിൾ മധുര മീനാക്ഷി ടെമ്പിൾ എവിടെയാണ്? ഈസ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാടു. ഓക്കെ, മധുര മീനാക്ഷി ടെമ്പിൾ. മധുര എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം സിറ്റി ഓഫ് മധുരയല്ല, മധുര സിറ്റിയിലാണ്, സിറ്റി ഓഫ് മധുര. ഓക്കെ, അപ്പോൾ മീനാക്ഷി ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സിറ്റി ഓഫ് മധുരയിൽ, തമിഴ്നാടുമാണ്. ഓക്കെ, ഏത് റിവറിൻ്റെ തീരത്താണ്? വൈഗ റിവറാണ് കേട്ടോ. ആരാണ് ബിൽഡ് ചെയ്തത് ആരാണ്? കുലശേഖര പാണ്ഡ്യ. ഓക്കെ, ബിൽറ്റ് ബൈ കുലശേഖര പാണ്ഡ്യയാണ്. മീനാക്ഷി ടെമ്പിൾ ബിൽറ്റ് ബൈ കിങ് കുലശേഖര പാണ്ഡ്യയാണ്. വൈഗ റിവറിന്റെ തീരത്താണ്, സിറ്റി ഓഫ് മധുര ഇൻ തമിഴ്നാട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഈസ് നോൺ ആസ് സ്ട്രേഞ്ചർ ഗ്യാസ്? സ്ട്രേഞ്ചർ ഗ്യാസ് ഏതാണ്? നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിനകത്ത് പഠിക്കുന്നുണ്ട്. ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്താണ്? ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് സെനോഫോബിയ ആണല്ലോ. ഫോബിയ മീൻസ് പേടി, സെനോഫോബിയ ആണ്. അപ്പോൾ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്താണ്? സെനോഫോബിയ ആണ്. അപ്പോൾ സ്ട്രേഞ്ചർ ഗ്യാസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? സെനോൺ ആണ്. ഓക്കെ, സെനോൺ എന്താണ്? എത്രാമത്തെ ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 18 ഓക്കെ, ഗ്രൂപ്പ് 18 എന്താണ്? നോബിൾ ഗ്യാസ് ആണ്. സെനോൺ എന്താണ്? ഗ്രൂപ്പ് 18 ഉൾപ്പെടുന്നതാണ്, നോബിൾ ഗ്യാസ് ആണ്. സിമ്പിൾ എന്താണ്? Xe ആണ്. ഓക്കെ, അറ്റോമിക് നമ്പറോ? അറ്റോമിക് നമ്പർ 54. ഓക്കെ, സെനോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു നോൺ മെറ്റൽ ആണ്. ഓക്കെ, സെനോൺ നോൺ മെറ്റൽ ആണ്. അതിനെ അറിയപ്പെടുന്ന പേരാണ് സ്ട്രേഞ്ചർ ഗ്യാസ്. അപ്പോൾ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്താണ്? സെനോഫോബിയ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ. The orders of the layers of the atmosphere from the earth surface moving from the surface is. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഷിഫ്റ്റിനകത്തുള്ള ചോദ്യം എന്തായിരുന്നു? ഷിഫ്റ്റിനകത്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ ഓസോൺ ലെയർ അല്ലെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഏത് ലെയറിനകത്ത് കാണപ്പെടുന്നതെന്ന്. ഓക്കെ, അന്നേരം ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാനൊരു കോഡ് പറഞ്ഞിരുന്നു, തെറ്റിപ്പോയതൊക്കെ. എന്തായിരുന്നു? That snake must think I am evil. ഓക്കെ, ഈ ഒരു കോഡ് വെച്ച് നമ്മൾ തെറ്റിപ്പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം അത് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്താണ്? ആ ടി ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ട്രോപ്പോസ്ഫിയർ. എസ് എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. ഈ എം എന്താണ്? മീസോസ്ഫിയർ. ടി എന്താണ്? തെർമോസ്ഫിയർ. ഈ ഐ അയണോസ്ഫിയർ, ഈ എക്സോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ എങ്ങനെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഈ ഓർഡർ കണ്ടോ? ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിനകത്താണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ ഫ്ലൈ ചെയ്യാനൊക്കെ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. പിന്നെന്താണ്? അയണോസ്ഫിയർ എവിടെയാണ്? ഈ തെർമോസ്ഫിയറിന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെയർ ആണ് അയണോസ്ഫിയർ. അവിടെയാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ.
പറഞ്ഞിരുന്നു കഴിഞ്ഞ ഷിഫ്റ്റ്. ഞാൻ എല്ലാം എന്താണ് ഈ സീരീസ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റിലകത്താക്കി ഒന്നിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാനും പ്രീവിയസ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ പോയി കാണണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ കോഡ് എന്താണ്? ദാറ്റ് സ്നേക്ക് മസ്റ്റ് തിങ്ക് ഐ ആം ഇവിൾ. ഇത് ഓർത്ത് വെച്ചാൽ മതി. ആ ഓർഡർ: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ, ദെൻ അയണോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. നെക്സ്റ്റ് വൺ, which of the following is considered to be the largest volcano on earth in terms of its mass and footprint? ഓക്കെ, അതിൻ്റെ മാസും ഫുട്പ്രിൻറ്റും അനുസരിച്ച് ലാർജസ്റ്റ് വോൾക്കാനോ ഓൺ എർത്ത് ഏതാണ്? തമു മാസിഫ് ആണ്. ഓക്കെ, എന്താണ്? തമു മാസിഫ്. ഇത് എവിടെയാണ് ലൊക്കേറ്റഡ്? ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പസഫിക് ഓഷനിലാണ് കേട്ടോ. നോർത്ത് വെസ്റ്റേൺ പസഫിക് ഓഷനിലാണ്. ഓക്കെ, ഈ തമു മാസിഫ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പസഫിക് ഓഷനിലാണ്. ലാർജസ്റ്റ് വോൾക്കാനോ ഓൺ എർത്ത് ആണ്. എന്ത് വെച്ച്? ഇൻ ടേംസ് ഓഫ് ഇസ് മാസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ജവഹർ റോസ്ഗാർ യോജന, JRY. ചിലപ്പം ചോദിക്കുക JRYയുടെ ഫുൾ ഫോം എന്താണ്? എന്താണ് ജവഹർ റോസ്ഗാർ യോജന? എന്താണ് ഇതെന്ന് പറഞ്ഞാൽ 90 to 100 days എംപ്ലോയ്മെൻറ്റ്, എല്ലാവർക്കും പണി കൊടുക്കുന്നത്. ഓക്കെ, റൂറൽ ഏരിയാസിലുള്ളതാണ്. റൂറൽ ഏരിയാസിൽ 90 to 100 days ജോലി കൊടുക്കുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന. ഓക്കെ, അതെന്നാണ് എസ്റ്റാബ്ലിഷ് എഫക്റ്റ് ആയത്? ഏപ്രിൽ 1, 1989. ഏപ്രിൽ 1, 1980. കാരണം ഇയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെക്കണം. ഓക്കെ, ജവഹർ റോസ്ഗാർ യോജന എന്താണ്? ഏപ്രിൽ 1, 1980. ജവഹർലാൽ നെഹ്റു വയസ്സായ ആളാണ്. 89 വയസ്സുള്ള ആളിനെ ഏപ്രിൽ 1 പറ്റിച്ചു എന്ന് വല്ല ഓർത്താൽ മതി, ഏപ്രിൽ ഫൂളിൻ്റെന്ന്. ഓക്കെ, അപ്പോൾ ജവഹർ റോസ്ഗാർ യോജന എന്നാണത് എഫക്റ്റ് ആയത്? ഏപ്രിൽ 1, 1989. എന്താണത്? 90 to 100 days എംപ്ലോയ്മെൻറ്റ്, റൂറൽ ഏരിയാസിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് UNHCR സ്റ്റാൻഡ്സ് ഫോർ? ഞാൻ പറഞ്ഞില്ലേ ഫുൾ ഫോംസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. UNHCR എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആണ്. ഓക്കെ, ഇതൊരു UN ഏജൻസിയാണ്. കേട്ടോ. ഇതൊരു UN ഏജൻസിയാണ്. ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ആണ്. ഇത് കേൾക്കുമ്പോഴേ റെഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ത്? യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. ഓക്കെ, നമുക്കറിയാം ഇത് എപ്പോഴാണിത് സ്റ്റാർട്ട് ചെയ്തത്? റിസൾട്ടഡ് ഫ്രം വേൾഡ് വാർ ടു നമുക്കറിയാം 1939 to 45 വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ കാരണം ഉണ്ടായതാണ്. അപ്പോൾ അവിടുത്തെ റെഫ്യൂജീസിനൊന്നും പോകാനുള്ള സ്ഥലങ്ങളോ അങ്ങനെ ഒന്നുമില്ല. സോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ഏജൻസിയാണ്, UN ഏജൻസിയാണിത്, UNHCR. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ആരാണ്? ഇപ്പോഴത്തെ ഹെഡ് ഓഫ് UNHCRൻ്റെ ഹെഡ് ആരാണ്? ഓസ്കാർ മുണ്ടിയ. ഓക്കെ, ഓസ്കാർ മുണ്ടിയ. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? UNHCRൻ്റെ ഹെഡ് ക്വാർട്ടർ ജനീവ, സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഫോം ചെയ്ത് എന്നാണ്? ഫോംഡ് 14th December 1950. വർഷം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 1950 നമുക്ക് വേൾഡ് വാർ 2 ശേഷമാണ്. അപ്പോൾ 1939-45 വേൾഡ് വാർ നടക്കുന്നത്. അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞാണ് ഈ ഏജൻസി ഫോം ചെയ്യുന്നത്. 14th December 1950 ഈ ഏജൻസി ഫോം ആവുന്നത്. ഹെഡ് ക്വാർട്ടർ ജനീവ സ്വിറ്റ്സർലൻഡിലാണ്. കറണ്ട് ഹെഡ് ഓസ്കാർ മുണ്ടിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ടു ഡിറ്റർമൈൻ ദ ഹെൽത്ത് ഓഫ് എ വാട്ടർ ബോഡി വാട്ട് ഈസ് മെഷേർഡ്? നമുക്കറിയാം നല്ല വെള്ളം ശുദ്ധവെള്ളമാണെന്ന് അറിയാൻ എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അതിനകത്ത് ഫ്രീ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ എന്താണ്? നല്ല വാട്ടർ ആയിരിക്കും. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ എല്ലാവർക്കും എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഓക്സിജൻ ആണല്ലോ. ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ അളവുണ്ടെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കണ്ടന്റ് എത്രമാത്രം ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും ആ വാട്ടർ ബോഡി എത്രമാത്രം നല്ലതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ അറിയാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് വൺ ഫോർ എ കമ്പ്യൂട്ടർ ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ കമ്പ്യൂട്ടർ ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ബൈനറി ഡിജിറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 or 1 ആയിട്ടുള്ള സിംഗിൾ ബൈനറി ഡിജിറ്റ് ആണ്. സിംഗിൾ ബൈനറി ഡിജിറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു നിമ്പിള്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ബിറ്റ് എന്ന് പറഞ്ഞാണ് 0 or 1 ആയിട്ടുള്ള സിംഗിൾ ബൈനറി ഡിജിറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ബിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ബൈനറി ഡിജിറ്റ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മോഹിനിയാട്ടം ഇസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് എന്താ? എവിടത്തെയാണ്? നമ്മുടെ കേരളക്കാരുടെയാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് മോഹിനിയാട്ടം. ഓക്കെ, സന്തോഷമായില്ലേ ഒരു ക്വസ്റ്റ്യൻ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമുള്ളത് വരും. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, ചിലത് ഡൗട്ട് വരും. കുറേയൊക്കെ നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മോഹിനിയാട്ടം ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് കേരള. നെക്സ്റ്റ് വൺ ക്യോട്ടോ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ടുക്ക് പ്ലേസ് ഇൻ ക്യോട്ടോ എവിടെയാണ്? ക്യോട്ടോ ജപ്പാനാണ് കേട്ടോ. ഈ ക്യോട്ടോ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്നാണ് ടുക്ക് പ്ലേസ് നടന്നത്? ഡിസംബർ 1997 ആണ്. ക്യോട്ടോ ചേഞ്ച് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ കേട്ടിട്ടില്ലേ? ക്യോട്ടോ പ്രോട്ടോകോൾ. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്? നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അത് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ഐക്യരാഷ്ട്ര സംഘടന കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഈ ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ ആണല്ലോ. അതിനകത്ത് 11 ഡിസംബർ 1997 ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് 11 ഡിസംബർ 1997 ക്യോട്ടോ ജപ്പാനിൽ വെച്ചാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് ഇനാക്റ്റഡ് ഫോഴ്സ് ആവുന്നത് എന്താണ്? 16 ഫെബ്രുവരി 2005 ഓക്കെ, 16 ഫെബ്രുവരി 2005 അത് ഇനാക്ട് ചെയ്യുന്നത്. ഓക്കെ, 11 ഡിസംബർ 1997 അത് അഡോപ്റ്റ് ചെയ്തു. പക്ഷേ അത് ഫോഴ്സ് ആവുന്നത് 16 ഫെബ്രുവരി 2005 ഇതെന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ ആണല്ലോ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ പുറപ്പെടുവിക്കുന്ന എന്താണ്? കാർബൺ മോണോക്സൈഡ്, ഇത് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതെല്ലാം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യണം. ഇതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ ആണല്ലോ. അതെന്നാണ് ആ കോൺഫറൻസ് നടന്നത്? ഡിസംബർ 1997. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ The Andaman and Nicobar are separated by എന്താണ്? 10 ഡിഗ്രി ചാനലാണ്. ഓക്കെ, 10 ഡിഗ്രി ചാനലാണ് ആൻഡമാനെയും നിക്കോബാറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 9 ഡിഗ്രി ചാനൽ എന്തിനെയാണ്? 9 ഡിഗ്രി ചാനൽ 10 ഡിഗ്രി ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ്. ഇനി 9 ഡിഗ്രി ചാനൽ എന്താണ്? ലക്ഷദ്വീപ് ആൻഡ് മിനിക്കോയ്. ലക്ഷദ്വീപിനെയും മിനിക്കോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ് 9 ഡിഗ്രി ചാനൽ. അതുപോലെ 8 ഡിഗ്രി ചാനൽ എന്താണ്? 8 ഡിഗ്രി ചാനൽ മിനിക്കോയ് ആൻഡ് മാൽദീവ്സ്. ഓക്കെ, മിനിക്കോയ് ആൻഡ് മാൽദീവ്സ് ആണ്. ഓക്കെ, 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ ആൻഡ് നിക്കോബാറിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. 9 ഡിഗ്രി എന്നാണ്? ലക്ഷദ്വീപ് ആൻഡിനെയും മിനിക്കോയ് ഐലൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. 8 ഡിഗ്രി ചാനൽ മിനിക്കോയ് ഐലൻഡിനെയും മാൽദീവ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന. തെറ്റിപ്പോലും കേട്ടോ, ഇതൊക്കെ നമുക്ക് ഡൗട്ട് വരുന്ന ഓപ്ഷൻ കാണും ഇതൊക്കെയാണോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെ പോകണം. ഓക്കെ, നെക്സ്റ്റ് വൺ An ordinary magnet does not attract. നമുക്കറിയാം ഓർഡിനറി മാഗ്നറ്റ് എന്തിനെ അട്രാക്ട് ചെയ്തില്ല? ബ്രോൺസിനെ അട്രാക്ട് ചെയ്യില്ല. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോൺസ് ഈസ് എ മെറ്റൽ അലോയ് ആണ്. ഓക്കെ, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അലോയ് ആണ്. ബ്രോൺസ് അലോയ് എന്തൊക്കെ കൊണ്ടാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്? കോപ്പർ പ്ലസ് ടിന്നാണ്. ഈ ബ്രോൺസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഡൻസി വരും, കോപ്പർ പ്ലസ് സിങ്ക് ആണോ എന്നൊരു ടെൻഡൻസി. പക്ഷെ അല്ല, അത് തെറ്റിപ്പോവും. ബ്രോൺസ് എന്ന് പറഞ്ഞതാണ് കോപ്പർ പ്ലസ് ടിന്നാണ്. അപ്പോൾ കോപ്പർ പ്ലസ് സിങ്ക് എന്താണ്? ബ്രാസ് ആണ്. ഓക്കെ, ബ്രാസ് എന്താണ്? കോപ്പർ പ്ലസ് സിങ്ക് ആണ്. ഓക്കെ, തെറ്റിപ്പോലും കേട്ടോ, ഇത് തെറ്റിപ്പോകുന്നു. എനിക്ക് ഒരു വട്ടം തെറ്റിപ്പോയതാണ്. ബ്രോൺസ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ കോപ്പർ പ്ലസ് സിങ്ക് എന്നുള്ള ഓപ്ഷൻ അടിച്ചു, തെറ്റായിരുന്നത്.
അപ്പം ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് ടിൻ ആണ്. ഓക്കെ, ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് സിങ്ക് ആണ്. ഓക്കെ, ബ്രോൺസ് അലോയ് മേഡപ്പ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ ആണ്. ഓക്കെ, മെയിൻലി നമുക്കറിയാം പെർമനന്റ് മാഗ്നറ്റ് ഏതൊക്കെയാണ് കൊണ്ടാണ്, അയൺ ആൻഡ് നിക്കൽ കൊണ്ടാണ് മെയിൻലി നമുക്ക് പെർമനന്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആൻ ഓർഡിനറി മാഗ്നറ്റ് ഡസ് നോട്ട് അട്രാക്ട് ബ്രോൺസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, അൽമാട്ടി ഈസ് എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഓൺ ദ റിവർ. നമുക്കറിയാം അൽമാട്ടി ഡാം കുറേ ഉണ്ട്. അൽമാട്ടി ഡാം, അതുപോലെ നാഗാർജുന സാഗർ ഡാം, അതുപോലെ തന്നെ പിന്നെ വേറെ എന്താണ് ശ്രീശൈലം പ്രോജക്റ്റ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഡൗട്ട് ഉണ്ട് ഏതിൻ്റെയൊക്കെയാണ്. ഓക്കെ, അപ്പം അൽമട്ടി ഈസ് എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഓൺ ദ ഡാഷ് റിവർ. ഏതാണ് അൽമട്ടി എന്ന് കേൾക്കുമ്പോഴേ ഓർക്കണം, കൃഷ്ണയാണ്. ഓക്കെ, കൃഷ്ണ റിവറിൻ്റെയാണ്. അപ്പം കൃഷ്ണയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, കൃഷ്ണ റിവറിനെ കുറിച്ച് ഞാൻ ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, കൃഷ്ണ റിവറിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര എന്നാണ് കേട്ടോ, മഹാരാഷ്ട്ര. ഓക്കെ, കൃഷ്ണ റിവറിന്റെ സോഴ്സ് മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര. നമുക്കറിയാം ഇങ്ങനെയാണല്ലോ ഇന്ത്യ. അപ്പം അതിനകത്തുനിന്ന് മഹാരാഷ്ട്ര ടു എവിടെയാണ്? കർണാടക. ഓക്കെ, കർണാടക ടു തെലുങ്കാന, ദെൻ അവിടുന്ന് ആന്ധ്രാപ്രദേശ്, അവിടുന്ന് എവിടേക്ക് പോകുന്നു? ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് വരുന്നു, കർണാടകയിൽ നിന്ന് തെലുങ്കാന വഴി, തെലുങ്കാനയിൽ നിന്ന് ആന്ധ്രാപ്രദേശ്, അതുവഴി എവിടേക്ക് പോകുന്നു? ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുകയാണ്. ഓക്കെ, ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ റിവർ എങ്ങനെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നും തുടങ്ങുന്നു, അവിടുന്ന് കർണാടകയിൽ നിന്ന് തെലുങ്കാന വഴി ആന്ധ്രാപ്രദേശിൽ നിന്ന് എവിടെ വന്ന് പതിക്കുന്നു? ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലോ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി മേ ബി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കൃഷ്ണ റിവർ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നത്? ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഓക്കെ, അത് എവിടെയാണ് ചെല്ലുന്നത്? ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, ഇനി കൃഷ്ണയെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഞാൻ അതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണോ? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് കൃഷ്ണ റിവറിൻ്റെ? ഭീമ, കൃഷ്ണന്റെ കൂടെ ഭീമനുണ്ട് എന്ന് ഓർത്താൽ മതി. കൃഷ്ണന്റെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ഭീമനുണ്ട് എന്ന് ഓർത്താൽ മതി കേട്ടോ, നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ്. കൃഷ്ണ റിവറിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് ഭീമ. നെക്സ്റ്റ് എന്താണ്? മൂസി. ഓക്കെ, ദെൻ പല്ലേരു, ദെൻ തിണ്ടി, ദെൻ മുന്നേരു. ഓക്കെ, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് കൃഷ്ണ ഏതൊക്കെയാണ്? ഭീമ, മൂസി, പല്ലേരു, ദിണ്ടി ആൻഡ് മുന്നേരു. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഈ ഭീമ എന്താണ്? ഭീമ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണയാണ്. ഓക്കെ, ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ ഏതാണെന്ന് ചോദിച്ചാൽ ഭീമയാണ്. ഈ ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ടേംസ് ഓഫ് ലെന്ത് അനുസരിച്ചാണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ലെന്ത് ആണ്. ലെന്ത് വെച്ച് പറയുമ്പോഴാണ് ഏറ്റവും ലെന്ത് കൂടുതലുള്ള ട്രിബ്യൂട്ടറി ഏതാണെന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ ഈ ലോങ്ങസ്റ്റ്. ഓക്കെ, ഇനി റൈറ്റ് ബാങ്ക് ഏതൊക്കെയാണ്? കൃഷ്ണയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് അതും പഠിച്ചു വെച്ചേക്ക്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതാണ്? കൊയ്ന, വർണ്ണ, ഘട്ടപ്രഭ, then മലപ്രഭ and the തുംഗഭദ്ര. തുംഗഭദ്ര എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ, തുംഗഭദ്ര. ഓക്കെ, അപ്പോൾ ഈ തുംഗഭദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ ഏതാണ്? തുംഗഭദ്ര. ലാർജസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? വോളിയത്തെ ബേസ് ചെയ്ത്. ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വോളിയം ആണ്, ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെന്ത് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണ റിവറിന്റെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഏതാണ്? തുംഗഭദ്രയാണ്. കൃഷ്ണ റിവറിന്റെ ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഏതാണ്? ഭീമയാണ്. ഓക്കെ, കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ഭീമ, മൂസി, പല്ലേരു, ദിണ്ടി, മുന്നേരു. ഇത്രയാണ് കൃഷ്ണ റിവറിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. അതുപോലെ തന്നെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതാണ്? കൊയ്ന, വർണ്ണ, ഘട്ടപ്രഭ, മലപ്രഭ
ആൻഡ് തുംഗഭദ്ര. തുംഗഭദ്ര നമുക്കറിയാം, തുംഗഭദ്ര എവിടെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, തുംഗഭദ്ര പ്രോജക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. കൃഷ്ണ റിവറിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. ഇനി കുറച്ച് പ്രോജക്റ്റുകളുണ്ട്, അത് ഞാൻ തൊട്ട് ഈ താഴോട്ട് എഴുതാം. കൃഷ്ണ റിവറിന്റെ ഒരു പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? കൊയ്ന, അതുപോലെ തന്നെ തുംഗഭദ്ര, അതുപോലെ തന്നെ ശ്രീശൈലം, then നാഗാർജുന സാഗർ, then അൽമട്ടി, then നാരായൺപൂർ, then ഭദ്ര. ഇത്രയാണ് എന്ത് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. കൃഷ്ണ റിവറിന്റെ ബേസിനായിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ് കേട്ടോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലാസ്സസ് ഞാൻ പറയുമ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പോയിന്റുകൾ ഓർമ്മ വരുന്നത് ഞാൻ പറയുവാണ്. ഓക്കെ, ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അൽമട്ടി ഡാം ഈസ് എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഓൺ ദ റിവർ. ഏതാണ്? കൃഷ്ണയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്? കൊയ്ന, തുംഗഭദ്ര, ശ്രീശൈലം, നാഗാർജുന സാഗർ, അൽമട്ടി, നാരായൺപൂർ ആൻഡ് ഭദ്ര. ഇത്രയാണ് കൃഷ്ണയുടെ നമുക്കറിയാം ഓരോന്നായിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ. അതുപോലെ തന്നെ കൃഷ്ണ എവിടെ നിന്നാണ് സോഴ്സ്? മഹാബലേശ്വരി, മഹാരാഷ്ട്രയാണ്. കൃഷ്ണ മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകയിലേക്ക് വരുന്നു, അവിടുന്ന് തെലങ്കാന, ദെൻ ആന്ധ്രാപ്രദേശ്, അവിടുന്ന് ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്നു. ഓക്കെ ആണല്ലോ. റൈറ്റ് ബാങ്കും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും കൃഷ്ണയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് തെറ്റിപ്പോത്തില്ല. ഗംഗയുടെ ഞാൻ ട്രിബ്യൂട്ടറി പഠിക്കാൻ ഞാൻ 2 കോഡ് പറഞ്ഞു തന്നിരുന്നു, മറന്നുപോയോ? ഓക്കെ, നെക്സ്റ്റ് വൺ, എ DVD ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. DVD ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. എന്താണ്? ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. ഇനി DVDയുടെ ഫുൾ ഫോം എന്താണ്? DVDയുടെ ഫുൾ ഫോം ഞാനത് ജസ്റ്റ് ഇത് തുടച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതും. ഓക്കെ, DVDയുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ versatile ഡിസ്ക്. ഓക്കെ, ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. DVDയുടെ ഫുൾ ഫോം നമ്മൾ കണ്ടായിരുന്നു, ഇതിനകത്തുനിന്ന് ഒരുപാട് ഫുൾ ഫോമുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ DVDയുടെ ഫുൾ ഫോം എന്താണ് നിങ്ങൾ അറിഞ്ഞിരുന്നോട്ടെ? ഡിജിറ്റൽ versatile ഡിസ്ക് എന്നാണ്. ഓക്കെ, ഇപ്പോൾ DVD എന്ന് പറഞ്ഞാൽ എന്താണ്? DVD ഈസ് എ ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ഇൻ ദ സ്റ്റോറേജ് ഫോർമാറ്റ് ആണ്. ഓക്കെ, DVD ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്, ഓഫ് സ്റ്റോറേജ് ഫോർമാറ്റ്. DVDയുടെ ഫുൾ ഫോം ഡിജിറ്റൽ versatile ഡിസ്ക് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഡിനോമിനേഷൻ നോട്ട് എവർ പ്രിന്റഡ് ബൈ RBI? എന്താണ്? 10,000 രൂപയാണ്. 10,000 രൂപയുടെ നോട്ടാണ് ഇതുവരെ RBI ഇറക്കിയതിനകത്ത് ഏറ്റവും വലിയ നോട്ട്. പക്ഷെ അതെന്താണ്? അതിപ്പം ഡിമോണിറ്റൈസ് ചെയ്ത് അതിപ്പോൾ ഇല്ല. നമുക്കറിയാം ആദ്യമായിട്ടത് 1938 വരുന്നത്. ഓക്കെ, 1938 ബ്രിട്ടീഷ് രാജിൻ്റെ സമയത്താണ് ഈ നോട്ട് വരുന്നത്. പക്ഷെ എന്തോ ചെയ്തു? 1946 അത് ഡിമോണിറ്റൈസ് ചെയ്തു. ഓക്കെ, 1946 അത് ഡിമോണൈസ് ചെയ്യുന്നു. ദെൻ എഗെയിൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ന്യൂ എഡീഷന് 1954 കൊണ്ടുവരുന്നു. ദെൻ എഗെയിൻ 1954 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എഗെയിൻ അത് കൊണ്ടുവരുന്നു 10,000 രൂപയുടെ നോട്ട്. ഓക്കെ, 10,000 രൂപയുടെ നോട്ട് 1938 ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ 1946 അത് നിർത്തലാക്കുന്നു. ദെൻ 1954 എഗെയിൻ കൊണ്ടുവരുന്നു. പിന്നെന്താണ്? ഈ 10,000 രൂപ അതിൻ്റെ കൂടെ തന്നെ 1000, അതുപോലെ തന്നെ 5000, ഇത്രയും നോട്ടുകൾ എന്തോ ചെയ്യുന്നു? ഇത്രയും നോട്ടുകൾ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി, നമ്മുടെ പ്രൈം മിനിസ്റ്ററായ മൊറാർജി ദേശായി 1978 എഗെയിൻ എന്തു ചെയ്യുന്നു? അത് നിർത്തലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 10,000, 1000, 5000 എന്തോ ചെയ്യുന്നു? എഗെയിൻ പ്രൈം മിനിസ്റ്ററായിട്ട് മൊറാർജി ദേശായി 1978 നിർത്തലാക്കുന്നു. പക്ഷെ നമുക്കറിയാം 8 നവംബർ 2016 ഈ വർഷം ഓർമ്മയുണ്ടോ? ഈ ഡേറ്റ് ആരും മറക്കുന്നില്ല. 8 നവംബർ 2016 എന്താണ്? നമുക്കറിയാം, മേരെ പ്യാരെ ദേശവാസിയോ. എന്താ? നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി അദ്ദേഹം എന്ത് ചെയ്തു? 1000 രൂപയുടെ
1000 രൂപയുടെ നോട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം നിർത്തലാക്കുന്നു. ഓക്കെ, അപ്പോൾ 8 നവംബർ 2016 അദ്ദേഹം എല്ലാ 1000 രൂപയുടെ നോട്ടുകളും നിർത്തലാക്കുകയാണ്. ദെൻ ഇപ്പോൾ ഉള്ള എന്താണ് ഹയസ്റ്റ്, 2000 രൂപയുടെ നോട്ടാണ്. ഓക്കെ, 2000 രൂപയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ഡിമോണിറ്റൈസേഷൻ ഓൺ 8 നവംബർ 2016 ആണ്. ഈ ഡേറ്റ് ഓർത്ത് വെക്കണം കേട്ടോ, ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഡിമോണിറ്റൈസേഷൻ റീസെൻ്റ് ആയിട്ട് 1000 രൂപയുടെ നടന്ന എന്നയാണ്, 8 നവംബർ 2016 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഇന്ത്യാസ് ഫസ്റ്റ് ലൂണാർ മിഷൻ? ഇന്ത്യാസ് ഫസ്റ്റ് ലൂണാർ മിഷൻ ഏതാണ്? ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് മിഷൻ ടു മൂണിലേക്ക് പോകുന്ന ആദ്യത്തെ മിഷൻ ആണ് ഏത്? ചന്ദ്രയാൻ. ഇത് ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? ലോഞ്ച്ഡ് ബൈ ISRO. ഓക്കെ, ISRO ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് ലൂണാർ മിഷൻ ഏതാണ്? ചന്ദ്രയാൻ 1 ആണ് ലോഞ്ച് ചെയ്യുന്നത്. ആരാണ്? ISRO ആണ്. എവിടെ നിന്നാണ്? ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ്. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. എന്നാണ് അത് ലോഞ്ച് ചെയ്യുന്നത്? 22 ഒക്ടോബർ 2008 ഓക്കെ, ചന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? 22 ഒക്ടോബർ 2008. കാരണം ഡേറ്റ്സ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഡേറ്റ്സുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ഫസ്റ്റ് ലൂണാർ മിഷൻ ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. ISRO ആണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഇൻ ആന്ധ്രാപ്രദേശ് ആണ്. എന്നാണ്? 22 ഒക്ടോബർ 2008. ഓക്കെ, അപ്പോൾ ISROയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ISRO എക്സ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണ്? ISRO എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഒരുപാട് വട്ടം TCSകാർ ചോദിക്കുന്നുണ്ട്, പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത്. എന്നാണ് ISRO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 15 ഓഗസ്റ്റ്. ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാന്ന് ഓർക്കാം, 1969. ഓക്കെ, 15 ഓഗസ്റ്റ് 1969. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കറണ്ട് ചെയർമാൻ K. ശിവനാണ്. ഓക്കെ, K. ശിവനാണ്. ഓക്കെ, ISRO എന്ന് പറയുമ്പോഴേ എങ്ങനെയാണ്? അങ്ങ് ദൂരെയാണെന്ന് ഓർത്താൽ മതി. സ്പേസിലേക്ക് പോകുന്ന കാര്യങ്ങളല്ലേ, അപ്പം അങ്ങ് കൈലാസത്തിൽ ആരിയ്പുണ്ട്? ശിവനുണ്ട്. അപ്പം മറന്നു പോകത്തില്ല. അപ്പം ചെയർമാൻ ആരാണ് ISROയുടെ? K. ശിവനാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1969 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ദ ലൂസോങ് ഫെസ്റ്റിവൽ ആനുവലി ഹെൽഡ്? നമുക്കറിയാം ഫെസ്റ്റിവൽസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസും അത് ഏതൊക്കെ സ്റ്റേറ്റിൻ്റെ ആണെന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മുടെ സ്റ്റുഡൻസ് നിങ്ങൾ പഠിക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്സും ഫെസ്റ്റിവൽസും ഡാൻസും ട്രൈബ്സും ഒക്കെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. സോ കഴിഞ്ഞതിനകത്ത് എന്തായിരുന്നു? ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നതെന്നായിരുന്നു. എവിടെയായിരുന്നു? നാഗാലാൻഡിലാണ്. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണ് ലൂസിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്? എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, സിക്കിമിലാണ് നടക്കുന്നത് ലൂസോങ് ഫെസ്റ്റിവൽ. എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, അപ്പോൾ സിക്കിമിൻ്റെ പ്രത്യേകത, സിക്കിമിൻ്റെ ക്യാപിറ്റൽ എന്താണ്? ഗാങ്ടോക്ക് ആണ് ക്യാപിറ്റൽ. ഓക്കെ, ലാർജസ്റ്റ് സിറ്റി ഓഫ് സിക്കിം ഏതാണ്? ഗാങ്ടോക്ക് ആണ്. ഓക്കെ, നമുക്കറിയാം ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ ഏതാണ്? പറഞ്ഞേ, ഏതാ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ? ഏതാണ്? കാഞ്ചൻജംഗ. ഓക്കെ, ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ എന്താണ്? കാഞ്ചൻജംഗ. അത് എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ കാഞ്ചൻജംഗയാണ്. അത് എവിടെയാണ്? സിക്കിമിലാണ്. അതുപോലെ തന്നെ സിക്കിമിൻ്റെ ഇപ്പോഴത്തെ CM ആരാണ്? ചീഫ് മിനിസ്റ്റർ ആരാണ്? പ്രേംസിംഗ് തമങ്. ഓക്കെ, പ്രേംസിംഗ് തമങ് ആണ്. ഗവർണർ ആരാണ്? ഗവർണർ ഗംഗ പ്രസാദ്. ഓക്കെ, ഗവർണർ ഓഫ് സിക്കിം ഗംഗ പ്രസാദ് ആൻഡ് CM പ്രേംസിംഗ് തമങ് ആണ്. ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ ഏതാണ്? കാഞ്ചൻജംഗ. അത് സിക്കിമിലാണ്. ലൂസോങ് ഫെസ്റ്റിവൽ നടക്കുന്നത് സിക്കിമിലാണ്. ക്യാപിറ്റൽ ഗാങ്ടോക്ക് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ആൻഡ് envisaged in the Constitution of India, Vice President of India is elected by. വൈസ് പ്രസിഡന്റിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്? The elected members of both the houses of parliament ആണ്. The elected members of both the houses of parliament ആണ്. ഓക്കെ, ഇനി വൈസ് പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? അത് പ്രസിഡന്റിനാണ്. ഓക്കെ, വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓഫ് ഇന്ത്യ is elected by the elected members of both the house of parliament ആണ്. ഓക്കെ,
ഇനി വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, കറണ്ട് വൈസ് പ്രസിഡന്റ് ആരാണ്? വെങ്കയ്യ നായിഡു. ഓക്കെ, വെങ്കയ്യ നായിഡു ആണ് കറണ്ട് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് പാസ്ഡ് ഫസ്റ്റ് ആന്റി ടെററിസം ലോ ഇൻ ഡിസംബർ 2015? ഏതാണ്? ചൈനയാണ്. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ 2016-17 നടന്ന NDPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സമയത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട്. കണ്ടോ, 2015 ബന്ധപ്പെട്ട് ചോദിക്കുന്നില്ലേ? അപ്പോൾ ഫസ്റ്റ് ആന്റി ടെററിസം ലോ ഇൻ ഡിസംബർ 2005 ഏത് കൺട്രിയാണ് പാസ്സാക്കിയത്? ചൈനയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, a dash is a piece of software code that can be applied after the software program has been installed to correct an issue with that program. ദേ ഈ കാണുന്ന സംഭവമാണ്. ഈ കാണുന്ന എന്താണ്? പാച്ച് എന്നാണ് പറയുന്നത്. പാച്ച് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കോഡാണ്. നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അത് ഇൻസ്റ്റോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ കോഡാണ് ഈ പാച്ച്. Okay, a patch is a piece of software code that can be applied after the software program has been installed to correct an issue with that program. Okay, നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കോഡാണ് പാച്ച്. ഓക്കെ ആണല്ലോ, ഈ കാണുന്നതാണ്. നെക്സ്റ്റ് വൺ, the House of People of Lok Sabha consists of not more than dash members chosen by direct election only from the territorial constituencies in the state. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞതിനകത്ത് എന്തായാലും ചോദിച്ചാൽ ലോകസഭയിലേക്ക് യൂണിയൻ ടെറിട്ടറി നമുക്കറിയാം. ടോട്ടൽ ലോകസഭയിൽ എത്ര മെമ്പേഴ്സാണ്? മാക്സിമം 550 ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് 530 + 20. ഓക്കെ, കഴിഞ്ഞതിനകത്ത് ചോദിച്ചത് എന്താണ്? യൂണിയൻ ടെറിട്ടറീസിനകത്തുനിന്ന് എത്ര പേരെയാണ് ലോകസഭയിലേക്ക് ഇലക്ട് ചെയ്യാൻ പറ്റുന്നത്? എത്ര പേരെയാണ്? മാക്സിമം ഓഫ് 20. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റിൽ നിന്ന് എത്ര പേരെയാണ്? 530 ആണ്. ഓക്കെ, 530 ആണ്. ഓക്കെ, ചാടി കയറി നിങ്ങൾ 550 എന്ന് എഴുതില്ല. 550 ടോട്ടൽ ആണ്. അതിനകത്ത് 530 ആണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റിനകത്തു നിന്ന് എടുക്കുന്നത്. 20 എവിടെ നിന്നാണ്? യൂണിയൻ ടെറിട്ടറീസിൽ നിന്നാണ് എലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, തെറ്റിപ്പോലെ കേട്ടോ. കണ്ടോ, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു ഏരിയയ്ക്ക് അതൊന്ന് ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നത് കണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം, അതിനകത്ത് പഠിക്കണം, വീഡിയോസ് കാണണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the Saha Institute of Nuclear Physics is located in. Saha Institute of Nuclear Physics എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, Saha Institute of Nuclear Physics is located in വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിൽ ഇനി എവിടെയാണെന്നും കൂടെ അങ്ങ് ഓർത്ത് വെച്ച്. എവിടെയാണ്? ബിദ്ഹനഗർ, കൊൽക്കത്ത. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിദ്ഹനഗർ, കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ ആണല്ലോ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950 ആണ്. ഓക്കെ, ഈ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സൈമൺ കമ്മീഷൻ ഓഫ് 1927 വാസ് ബോയ്ക്കോട്ടഡ്. നമുക്കറിയാം സൈമൺ കമ്മീഷൻ 1927 വർഷം ഓർത്ത് വെക്കണം കേട്ടോ. സൈമൺ കമ്മീഷൻ വർഷം എത്രയാണ്? 1927 ആണ്. ഈ സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്യാൻ കാരണം എന്താണ്? അതിനകത്ത് ഒറ്റയൊരു ഇന്ത്യൻസും ഇല്ലായിരുന്നു. നമുക്കറിയാം 7 മെമ്പേഴ്സ് ഉള്ളൊരു 7 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മീഷനായിരുന്നു ഈ സൈമൺ കമ്മീഷൻ. ഓക്കെ, അതിനകത്ത് ആരാണ് അതിൻ്റെ ചെയർമാൻ? അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ ജോൺ സൈമൺ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. ഓക്കെ, 7 മെമ്പേഴ്സ് ആയിരുന്നു അതിനകത്തുള്ളത്. പക്ഷെ ആ 7 മെമ്പേഴ്സ് എന്താണ്? ഈ 7 മെമ്പേഴ്സിനകത്ത് ഒരാൾ പോലും ഇന്ത്യൻസ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ സൈമൺ കമ്മീഷൻ ഓഫ് 1927 വാസ് ബോയ്ക്കോട്ടഡ് because as Indians were excluded from the commission. ആ കമ്മീഷനകത്ത് ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തത്. ഈ സൈമൺ കമ്മീഷന്റെ റാലിക്ക് എതിരായിട്ടുള്ള റാലിയുടെ സമയത്താണ് ലാലാ ലജ്പത് റായ് ഒക്കെ മരിച്ചു പോകുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ലാത്തി ചാർജ് ഏൽക്കുന്നതും അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം മരിച്ചു പോകുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് നെക്സ്റ്റ് വൺ, the organization for the prohibition of chemical weapons is headquartered in. Okay, എവിടെയാണ്? in Netherlands. Okay, in Netherlands. headquarter എവിടെയാണ്? നെതർലാൻഡ്സ് ആണ്. ഹേഗ്, നെതർലാൻഡ്സ്. ഓക്കെ, ഹേഗ്,
നെതർലാൻഡ്സ് ആണ്. ഓക്കെ, ഹേഗ് മേ ബി ക്വസ്റ്റ്യൻ അത് ഈ നെതർലാൻഡ്സ് എന്ന് തരാതെ ഹേഗ് എന്നും ചോദിക്കാം. സോ ദ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഈസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ നെതർലാൻഡ്സ് ആണ്. ഇതെന്താണ്? ഈ രാസായുധങ്ങളും അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ നിരോധനവും ഒക്കെ ലക്ഷ്യമാക്കി തുടങ്ങിയ ഒരു സംഘടനയാണ്. എന്ത്? ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് നമ്മുടെ ഈ OPCW. ഈ OPCWയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചോ. ദ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. ഓക്കെ, ദ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, ഇതാണ് OPCW. ഓക്കെ, അതിൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്സിലാണ്. ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 29th April 1997 ആണ്. ഓക്കെ, 29th April 1997 ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതെന്താണ്? ഇത് കെമിക്കൽ വെപ്പൺസ് അതിൻ്റെ നിയന്ത്രണവും അത് നിരോധിക്കുന്നതിനെ ലക്ഷ്യമാക്കി എന്താണ് നമ്മുടെ അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ച ഒരു സംഘടനയാണ് നമ്മുടെ ഈ OPCW. ഓക്കെ, അതിൻ്റെ ഹെഡ്ക്വാർട്ടർ നെതർലാൻഡ്സിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ജിഗാബൈറ്റ്സ് മേക്ക് എ ടെറാബൈറ്റ്? ഓക്കെ, കണ്ടോ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഹൗ മെനി ജിഗാബൈറ്റ് മേക്ക് എ ടെറാബൈറ്റ്? നമ്മൾ പറഞ്ഞായിരുന്നു ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 or 1 വരുന്ന സിംഗിൾ ബൈനറി ആണ്. ഓക്കെ, നമുക്കറിയാം 1 നിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 നിമ്പിൾ ഈസ് 4 bit. ഓക്കെ, 1 നിമ്പിൾ ഈസ് 4 bit. ആൻഡ് 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ചേർന്നതാണ്. 8 ബിറ്റ്സ് ചേർന്നതാണ് 1 ബൈറ്റ്. ദെൻ 1 കിലോബൈറ്റ് എന്താണ്? 1 കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ് ചേരുന്നതാണ്. ഓക്കെ, 1024 ബൈറ്റ്സ് ചെയ്യുന്നതാണ്. കിലോ കഴിഞ്ഞ് എന്താണ്? കിലോ കഴിഞ്ഞ് മെഗാബൈറ്റ്, മെഗാബൈറ്റ് കഴിഞ്ഞ് ജിഗാബൈറ്റ്, ജിഗാബൈറ്റ് കഴിഞ്ഞ് ടെറാബൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 കിലോബൈറ്റ് ചേരുന്നതാണ്. ഓക്കെ, 1 ജിഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 മെഗാബൈറ്റ്സ് ചേരുന്നതാണ്. ഓക്കെ, ദെൻ 1 ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 മെഗാബൈറ്റ് ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹൗ മെനി ജിഗാബൈറ്റ്സ് മേക്ക് ടെറാബൈറ്റ്? എത്ര ജിഗാബൈറ്റ് ഇത് ജിഗാബൈറ്റ് കേട്ടോ. ഓക്കെ, ഈ ടെറാബൈറ്റ് കഴിഞ്ഞ് അടുത്തുണ്ട് പെറ്റാബൈറ്റ്. 1 പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 ടെറാബൈറ്റ്സ് ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ജിഗാബൈറ്റ്സ് മേക്ക് എ ടെറാബൈറ്റ്? എത്രയാണ്? 1024 ജിഗാബൈറ്റ്സ് ചേരുമ്പോഴാണ് ഒരു ടെറാബൈറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 25 ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇനി ഒരു 2 ക്ലാസ് മാക്സിമം അത്രയേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് പ്രീവിയസ് ഇയറിൻ്റെ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ മാക്സിമം ക്ലാസ്സസ് കാണണം, കൂടെ പഠിച്ച് തന്നെ പോകണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, പഠിക്കണം. എക്സാംസ് വരികയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.